അപ്പം ഇനി കുറച്ച് നേരം ബേബി സിറ്റിംഗ് ആയാലോ? ചേച്ചിമാരെ എനിക്ക് പറ്റിയ പോയി കേട്ടോ. അയ്യോ എന്തൊരു പുകച്ചായ നിങ്ങൾക്ക് രണ്ടാൾക്കും. നിങ്ങൾ ട്വിൻസ് ആണോ? നിങ്ങൾ ട്വിൻസ് ആണോ ചേട്ടന്മാരെ? കണ്ണോ കണ്ണോ. ഓക്കെ. അപ്പം ഞാൻ വേഗം പോയിട്ട് റാപ്പൊക്കെ അടിക്കുമ്പോഴേക്കും ഓക്കെ ബൈ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഡേ 2. ഇന്നലെ ജിമ്മിൽ പോകാനേ പറ്റിയില്ല, പക്ഷേ ഇന്ന് സെറ്റായിട്ടോ. ഞാൻ നേരത്തെ ഇറങ്ങി. സമയം 8 മണി കറക്റ്റ്. 10 മണി നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സോ പോവാ വരിക 3. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജിമ്മിലിപ്പോൾ ഒരു നല്ലൊരു വൈബൊക്കെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ലേഡീസ് ഓൺലിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ജോയിൻ ചെയ്യും. മീൻസ് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ജിമ്മിൽ വരും. ലേഡീസ് ഓൺലി വേണം നിർബന്ധമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒരു വൈബ് തോന്നുന്നത് ഈ രാവിലത്തെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കോച്ചാണെങ്കിലും നല്ല വൈബാണ്. എനിക്കൊക്കെ പറ്റിയൊരാളാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ല വീഡിയോ ഒക്കെ എടുത്ത് തരും. ആൾക്ക് ഭയങ്കര സെൻസ് ഉണ്ട്. അങ്ങനെ എടുത്തെങ്കിൽ ഇങ്ങനെയാവും, ഇങ്ങനെ എടുത്തെങ്കിൽ അങ്ങനെയാവും. അപ്പം ബൈ ദ വേ നമുക്ക് ഇന്ന് ഷോൾഡറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ജിമ്മിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്, അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. അല്ല, ചിലർക്കൊക്കെ അറിയാമായിരിക്കും ജിമ്മിൽ അത്യാവശ്യം നല്ല പണിയുണ്ട്. ചിലപ്പോൾ ഞാൻ ആക്ച്വലി പീരീഡ്സ് ഡേയ്സിലാണ് ഇപ്പം. പീരീഡ്സ് ഡേ സെക്കൻഡ് ഡേ ആണ്. എങ്കിൽ പോലും എനിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു റിഫ്രഷ്മെൻറ്റും ഒക്കെ തോന്നുന്നുണ്ട് ആക്ച്വലി. ജിമ്മിൽ വന്നിട്ട് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്ര ഒരു ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ബ്ലീഡിങ് ഒക്കെ ഇറ്റ്സ് നോർമലാണ്. പക്ഷേ വർക്കൗട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നോർമലി എല്ലാവരും പറയുമല്ലോ, നമ്മൾ പീരീഡ്സ് ആകുമ്പം വർക്കൗട്ട് ചെയ്യുന്നത് നോട്ട് ഗുഡ് എന്നൊക്കെ പറയുമല്ലോ അല്ലേ. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ജിമ്മെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. അപ്പോൾ പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയാണ് ആക്ച്വലി കേട്ടോ. നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന്, ഈ കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര ഈസിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു മുഖം കൂടെ നോക്കണം, നല്ല പണിയുണ്ട്. അപ്പം ഞാനത് കുറച്ച് ജിമ്മിലെ വിശേഷങ്ങളൊക്കെയാണ്. ഓക്കെ, വിശേഷങ്ങളൊക്കെ. അപ്പം എനിക്കിന്ന് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ നല്ല പണിയൊക്കെയാണ്. എല്ലാം ഏത് നോക്കുകയാണെങ്കിലും നല്ല പണിയാണ്. കാർഡിയോ മാത്രമാണ് കുറച്ചുകൂടി ഈസി. അതായത് ട്രെഡ്മില്ല് യൂസ് ചെയ്യാനും സൈക്ലിംഗ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അതായത് ഫ്രണ്ടിലേക്ക് 50 മിനിറ്റ്സും ബാക്കിലേക്കും 50 മിനിറ്റ്സൊക്കെ ചെയ്യുമ്പോഴേക്ക് കപ്പാസിറ്റി കഴിയും. അപ്പോൾ നമുക്ക് കാർഡിയോ കുഴപ്പമില്ല. ബാക്കി സ്ട്രെങ്തനിങ്ങൊക്കെ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് ജിമ്മിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിത്ത് മ്യൂസിക് കാണാം കേട്ടോ. ഞാൻ ശരിക്കും വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് മൈക്കൊക്കെ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ജിമ്മിൽ നല്ല മ്യൂസിക്കാണ്. അപ്പോൾ അത് നമുക്കിതിലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഞാൻ ശരിക്കും എന്താ പറയുക, ജിമ്മിൽ കയറുമ്പോൾ തൊട്ട് കഴിയുന്നത് വരെ ഞാൻ മൈക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ എല്ലാ സെറ്റപ്പോടുകൂടിയാണ് പോയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളെ കുറച്ച് കാണാം. പിന്നെ എൻ്റെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ ഡംബൽ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യണം കാര്യങ്ങളൊക്കെ, അതിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം കേട്ടോ.
നോക്കുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് അങ്ങനെ എടുത്തിട്ട് പൊക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കപ്പുകൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നതാണ് കോച്ച് പറയുന്നത്. അതായത് നമ്മൾ എന്ത് പൊക്കുമ്പോഴും ഇരുന്നിട്ട് പൊക്കുക. അതായത് ഫുള്ളായിട്ട് ഇരിക്കരുത്. ഇപ്പോൾ കോച്ച് ഇരിക്കുന്ന പോലെയാണെങ്കിൽ ഇരിക്കരുത്. കുറച്ച് കുറച്ച് കണ്ട ഇപ്പോൾ കാണിക്കുന്നത് യെസ് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ എന്ത് പൊക്കുമ്പോഴാണെങ്കിലും എടുത്ത് പൊക്കാനൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ അമ്മമാരൊക്കെ ആകുമ്പം അവർക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ് പൊക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ബക്കറ്റ് അതായത് വെയിറ്റ് പൊക്കുന്ന കാര്യം പറയുന്നത് എന്ത് വെയിറ്റ് ഒരു ബക്കറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റുള്ള എന്ത് പൊക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്ര ഇരുന്നില്ലേ യെസ് ഇപ്പം ഞാൻ ഇരുന്നില്ല ഇങ്ങനെ ഇരുന്നിട്ട് വേണം പൊക്കാനായിട്ട്. ഇപ്പോൾ കുഞ്ഞു ബേബികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ആയിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെയിൻസിന് ഇപ്പോൾ ഈ കാലിൻ്റെ വെയിൻസിനൊക്കെ ഇങ്ങനെ സീനുകളൊക്കെ വരുന്നതാണ് കോച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്. അപ്പോൾ ഇനി എനിക്കിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് വേറൊരു സംഭവമാണ് ഗൈസ്. ഞാൻ ശരിക്കും കാർഡിയോയിൽ ട്രെഡ്മില്ലും പിന്നെ സൈക്ലിങ്ങുമാണ് ചെയ്യാറ്. പക്ഷേ ട്രെഡ്മില്ല് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഞാൻ നോർമലുള്ള ട്രെഡ്മില്ലാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടോ അതിലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ കോച്ചിനെ കണ്ടിട്ടുണ്ട് ഇതിൽ ചെയ്യുന്നത്. പിന്നെ വേറെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ഈ നടുവിലത്തെയും അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെയും ട്രെഡ്മില്ലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്കത് അറിയണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം കോച്ച് പറയായിരുന്നു ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേതൊന്നും ചെയ്യാൻ തോന്നില്ല അത്. കാരണം ഇത് ഭയങ്കര എന്താ പറയുക, മറ്റേത് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുലുങ്ങും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര സ്റ്റഡിയാണ് ആക്ച്വലി. പിന്നെ ഇൻക്ലൈനും ഡിക്ലൈനും അങ്ങനത്തൊക്കെയായിരുന്നു. അതായത് നല്ല കയറ്റം ഒക്കെ ഫീൽ ചെയ്ത് നമുക്ക് ഇതിൽ ഓടിക്കാൻ പറ്റും, നടക്കാൻ പറ്റും. ഇതെന്താ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കി തന്ന കോച്ച് പോയി. ഇതെങ്ങനെയാണ് ഓഫാക്കുക, പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ ആംഗിളും മാറ്റണം. അപ്പം ഞാൻ സ്പീഡൊക്കെ കുറച്ച് അവിടെ നിന്ന് ചാടി ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും ഇത് 2 സൈഡിലും കാല് വെച്ചിട്ട് വേണം ഓണാക്കാനായിട്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. അതായത് പ്രാക്ടീസെല്ലാം കുഴപ്പമില്ല. ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ മറ്റേത് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് സ്പീഡ് കൂട്ടുക. ആദ്യം 2 കാലും അപ്പുറപ്പുറമായിട്ട് വയ്ക്കണം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് വാക്കിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാല് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയി. അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻക്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റം ഒക്കെ കൂടുതൽ ഒരു 4 ഒക്കെ ചെയ്യുമ്പോൾ നല്ല കയറ്റം ഫീൽ ചെയ്യും കേട്ടോ. നല്ല കാലിന് പെയിൻ വരും. അപ്പോൾ ഞാനിങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് സംഭവം സെറ്റാക്കി. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇന്ന് കുറേ അങ്ങോട്ട് കൂടുതൽ ചെയ്യാനായിട്ട് ഉള്ളൊരു ടൈമില്ല. കാരണം വിനിച്ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോകണം എന്ന് പറഞ്ഞു. കാരണം ഓഫീസിൽ ഓപ്പണിംഗ് ആവാനായി, സൺഡേ ആണ് ഓപ്പണിംഗ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. നീ തിരക്കില്ലെങ്കിൽ നിനക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലായി. കാരണം സത്യത്തിൽ ഇനോഗ്രേഷൻ്റെ എന്താ പറയുക, ഈ വെൽക്കമിങ് ലെറ്റർ, ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞത് സമയം. അതായത് ഒന്നും സംസാരിക്കാനുള്ളൊരു മൂഡില്ല, സംസാരിക്കാനുള്ളൊരു ടൈമില്ല, അങ്ങനെയാണ്. അത് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ മീൻസ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ. അതായത് ഒന്നും സംസാരിക്കുന്നില്ല എന്നല്ല, എങ്കിലും ചില കാര്യങ്ങൾ അറിയുന്നത് പറയാൻ ഇൻസ്റ്റയിലൂടെയൊക്കെ തന്നെയാണ്, സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡായി. എന്നോട് എടി നീ ഒന്ന് ചെടികളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാനായിട്ട് പോരെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഇനി കടിയൊന്നും വേണ്ട, വേഗം പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നെ വിനിച്ചേട്ടൻ്റെ കോളൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചില്ല കേട്ടോ. കാരണം വെറുതെ ഒന്നാമത് ഫുള്ള് ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്. നമ്മൾ കൂടുതൽ വിളിച്ച് നമ്മൾ അലമ്പാക്കണ്ട. മസാജ് ചെയ്തതാണ്. കണ്ണന്റെ പാല് കുടി കഴിഞ്ഞ് അപ്പൂന്റെ പാല് കുടി കഴിഞ്ഞ് 2 ആളും കൂടെ കിടന്നു. കണ്ണുവേ കണ്ണും കുട്ടാപ്പി. നീ ഇന്നലല്ല കുട്ടാപ്പി എന്ന് വിളിച്ചത് അപ്പൂനെ, അല്ല കണ്ണനെ. കുട്ടാപ്പി കുട്ടാപ്പിയേ സോറി കുട്ടാപ്പി. ഇതേ കുട്ടാപ്പി വരണം. കുട്ടാപ്പി അയ്യോ ഓ പിടിക്കണം.
വിളിക്ക് ജിംബുനെ. സ്റ്റാച്ചു അപ്പൊ സ്റ്റാച്ചു. ഹലോ എവിടെച്ചാ അച്ഛ മൂടി നോക്കട്ടെ കുഞ്ഞുമണി. ഇതാ നോക്കിയ റംബൂട്ടാൻ വേണോ? ഇതാ റംബൂട്ടാൻ കേറി കള്ളപ്പൻ. ജിംബ ബാക്കിലാരാ നോക്കി? ജലദോഷം പോരാൻ നന്നായില്ല അപ്പൊ. പല്ല് തേച്ചിട്ടില്ലെങ്കിലേ കുഞ്ഞിപ്പല്ല് അതെ അപ്പൊ നമുക്ക് കാര്യം നോക്കിയാ പോരാ മോളെ. എന്തിനാ മറ്റുള്ളവരെ കാര്യം നച്ചപ്പെട പോയേ? അപ്പൊ എണീച്ചിട്ടാ പോയേ? നമ്മളെ വീട്ടിലിടുന്ന പുറത്തിടുന്ന കറുപ്പ് പൊട്ടിക്കിടക്കുണ്ടല്ലോ. അമ്മ ഇടുന്ന ചെപ്പില്ലേ ബ്ലാക്ക് വെയിറ്റ്, ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഇടുന്ന ചെരുപ്പ്, തേട് വന്ന ചെരുപ്പ് മുറ്റത്തൊക്കെ ഇട്ടെടുക്കണത്. എങ്ങനെ തേട് തന്നെ ഞമ്മ കാണിച്ചു തരാ? റോഡിൽ പോകുമ്പോ കാണിച്ചു തരാം. പൊട്ടിയിട്ട് റോഡിൽ കിടക്കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അച്ഛയിട്ടപ്പോഴേ happy and you know you clap your hands. ആഘോലോ എന്ന് വെച്ചാൽ അകർക്ക കേട്ടോ. ആഘോലോ നമ്മേ വൈകുന്നേരം പൈനാപ്പിളില് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം. നല്ല രസമാണ്. നമ്മൾ മാങ്ങയൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയാലോ? Il est temps de prendre. Tous les deux, on s'amuse tellement. Mon argent porte 6%. Ne venez pas interrompre notre dîner, bande de mortels. Comment ça, le dîner? À l'aide? Ok, papa, moi je vais m'en faire. Et une celle-là? Très bien, mortel, vous êtes utile.
പാട്ട് പാടിയേ, Ah, c'est fermé. Comment? പാട്ട് പാടിക്കേ. Incroyable. Oh, c'est vrai, j'ai failli oublier. Voyons voir ce qui s'est réellement passé. Applaudissez-moi. Welcome to Wellmax Music. Et maintenant, on va couper le gâteau. Je vais faire un petit selfie royal. Oh non, Ladybug est morte. Bon, ça n'a pas l'air d'être de sa faute, mais je vais continuer à chercher. Qu'est-ce qui s'est passé ici? Ladybug? Oh, c'est terrible. Bon, bah, j'imagine que... പാട്ട് പാടിയേ, പാട്ട് പാടിയേ. ഏത്? വാട്ടർ മെലൺ. ചിക്കു മാംഗോ ഓറഞ്ച്. Tu es une meurtrière. Non, j'ai pas tué Ladybug, mais je me chie. Oh, c'est pas toi, hein? Pourquoi t'as volé cette boîte, hein? എവിടുന്ന് പാട്ട് കേക്കണേ? അവിടുന്നാണ് നോക്കണേ. അച്ചടാ, അവിടുന്നല്ല. അവനെ ടിവിക്ക് നോക്ക, പക്ഷെ അവന് മനസ്സിലായി ടി വി നല്ലന്ന്. അപ്പൊ നോക്ക്, ഇത് ഇവിടെ അപ്പു ചേച്ചി, അപ്പു ചേച്ചി, അപ്പു ചേച്ചിയടാ. ഇവിടെ 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 വാ. ഇവിടെയാ അപ്പു. കാണണേ. Plausible. Tu peux garder la couronne, j'imagine. Bon, alors, qui d'autre peut être le tueur? ഇതും വെക്ക്, ഇതും കൂടെ വെക്കിട്ട്. പാട്ട് പാടി. ഞാൻ പറഞ്ഞ പാട്ട് പാടി. Qu'est-ce que tu regardes en l'air? J'ai pas voulu me frotter à cette chose. Mais je l'ai pas fait. ആ, അത് കളയാം. ഇതില് വെള്ളല്ലേ അതിന്. മേഡം തന്നെ മമ്മൻ തരാമ വാ. പല്ല
കൊണ്ടുപോകണ്ടാവും കൊണ്ടുപോകണം. എല്ലാ സമയത്തും ഫുഡ് കഴിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാന് ഷൂട്ടില്ല ഷൂട്ടപ്പോ മുല്ലാന്ന് ചോദിച്ചിട്ട് കുറച്ച് നോക്കിയത് ടിഷ്യൂ സ്കൂൾ ഷൂ നോക്കപ്പോ എന്തല്ലമ്മ പീറ്റി അപ്പൊ എന്തല്ലമ്മ നോക്കിയപ്പോ എന്തല്ല അങ്ങനെ എപ്പോഴും ഇങ്ങനെ അയക്കാനൊക്കെ ഉണ്ട് അത് വെനസ്ഡേ എന്തോ ഉണ്ട് ഞാൻ നോക്കുക നമുക്ക് 5 കല്ല് ഷൂണ്ട് ഇത് കാണുമ്പോ വേദനിച്ചില്ലേ? അപ്പൊ ഇട്ട പറഞ്ഞില്ല ആ സോക്സ് അങ്ങോട്ട് അറിയില്ല അല്ലേ? ഞങ്ങൾ ഷോപ്സ് കൂടാണ്ട് ഞങ്ങൾ സ്ലിപ്പ് വെച്ചില്ലല്ലോ എന്തിനെയോ പുട്ടല്ലേ പുട്ട് ആ ഒരു സ്ലിപ്പ് ആവില്ല അത് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ സ്റ്റാച്ചു കഴിയുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ചില കൂടാക്കണം ഇങ്ങനെ വീർക്ക് അയ്യോ എന്റെ കാല് വലിക്കേ കരഞ്ഞ പോവാറുണ്ട് കുക്കുംബർ എന്താ സ്കൂളിൽ ചേർക്കുന്നപ്പനെ അപ്പൊ എന്നാ സ്കൂളിൽ ചേരാൻ പോണേ? സത്യം വെച്ചതാണ് തപ്പുന്ന ചേർക്കുന്നത് സത്യം വെച്ചതാണ് സ്കൂളിൽ ചേർക്കുന്നത് എന്താ പൂന അമ്മ ഹോസ്പിറ്റലുണ്ട് എന്നിട്ടോ അവര് ആരെയും ആശുപത്രി ഗ്യാസ് ഇട്ടിട്ടേ ഇപ്പഴല്ല അറിയാ അങ്ങനെ അടിക്കുമ്പോ അറിയാം. ഞാനിങ്ങനെ ഇടയ്ക്ക് വരും ഇപ്പം ഞാനിങ്ങനെ കളിക്കും ഞങ്ങൾ പറയും കടിച്ച് 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 എന്നറിയും. ഇപ്പൊ നല്ല രസമാണ്. ചിക്കൻ കഴിഞ്ഞല്ലേ തലേക്ക് വീണ് നോക്കാം മറ്റേ വവ്വാല് അയ്യോ ഇരിക്കണൊക്കെ എന്തൊരു സ്ഥല പക്ഷെ എല്ലാ കുട്ടികൾക്കൊന്നും വീടൊന്നുമില്ല ഇല്ല ഏത് സാധനം ബെഡ് വെക്കണം ചുറ്റി കൊടുത്തു എന്ത് ചെയ്ത വീണല്ല ജിമ്പ് വീണ ഈ സൗണ്ട് അല്ല കൊച്ചൊരു വലിയ സൗണ്ടാണ് ജിമ്മ പിടിക്കണോട്ടെ മുത്തേ ഉറക്കി തരട്ടെ അപ്പൊ ഉറക്കട്ടെ ചേച്ചിമാരെ എന്തിവിടെ ഞാൻ കേട്ടു അച്ഛോ ചേച്ചിമാരെ കണ്ട് ചിരിക്കണൊക്കെ ചുമ്മാ ചേച്ചി വിളിച്ച് ആ അച്ഛോ അച്ഛോ കണ്ണനെ ശൂശി വെപ്പിക്ക ചുമ്പാ
നീല രാവിലെ കൊണ്ടുപോവാറ്. ഞാനൊന്നേ ഒന്ന് ടോയ്ലറ്റിൽ ഒന്ന് പോയിട്ട് വരമ്മ. ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരമ്മ. ഒരു അർജൻറ്റാടാ. ഞാൻ ചായ ഉണ്ടാക്കട്ടെ, പാൽ ചായയും കുറച്ച് സ്നാക്സും തരാം. അമ്മ എടുത്തിട്ട് വരട്ടെ? പാൽ ചായ ഉണ്ടാക്കട്ടെ. ബ്രൂ ആണോ ചായ വേണോ? ഓക്കെ, അപ്പോൾ ബ്രൂ കോഫി ചായ ഒരുമിച്ച് ഉണ്ടാക്കാം. കോഫി ഉണ്ടാക്കാം എല്ലാവർക്കും. അച്ചടാ ജിമ്മ നല്ല രസമുണ്ട്. ജിമ്മ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കണ കാണാൻ. അതെ, ആ പില്ല അവിടെ നിർത്തി വെച്ചാൽ ചവിട്ടാൻ പാടില്ല കേട്ടോ. നോക്കിയോ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്ന നോക്കിയ കുഞ്ഞിച്ചക്കൻ. നിങ്ങളുടെ ഉള്ളിലിരുന്ന് കളിക്കുക ജിമ്മ. എനിക്ക് ഒരു പേടി അവൻ അങ്ങോട്ട് പോകുമെന്ന്. ഗായ്സ് ഗുഡ് ഈവനിങ്. നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പം സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. നീയാണോ കുക്കുംബറൊക്കെ എടുത്ത് കഴിച്ചിരിക്കണേ? കുക്കുംബർ ആരത്? ആ ആ ആ ജിമ്പ കാണിച്ചേ. കണ്ണൻ പോകട്ടെ, അവരെ കൂടെ നോക്കണേ. ഇവിടെ അമ്മ ഇല്ല കേട്ടോ. അമ്മ വല്യമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് മുറ്റിച്ചോറ്. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അടുത്താണ് ഇവിടെ. അയ്യോ എന്തായിരുന്നു വല്യമ്മയുടെ വീട്ടിലേക്ക് പറയാൻ വിട്ടു. വല്യമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അമ്മയുടെ എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. കാച്ചി എണ്ണ ഉപയോഗിക്കണത് കേട്ടോ. അപ്പോൾ ആ എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുക. ആ മക്കളെല്ലാവരും സിറ്റ് ഔട്ടിലാണ്. അത് നല്ല ഐഡിയ ആയിട്ടാ. അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോണു. കാപ്പി അപ്പോ പുറത്തേക്ക് പോലടാ. കണ്ണൻ വരൂ. അതാണ് കണ്ണു. ഉള്ളിക്ക് പോയോ? കണ്ണനോട് പുറത്തേക്ക് പോരോ? സ്കൂളിലെ അടുത്ത വർഷം ഏതാടാ യൂണിഫോം? അല്ല ഇവർക്ക് പാൻസ് ആണോ? ട്രൗസറോ? സ്കേർട്ട്. ഞാനും വിചാരിച്ച ട്രൗസറാ. അല്ല പറയാൻ പറ്റില്ല. ഓക്കെ ഇല്ല അങ്ങോട്ട് വരൂ. അതെ ഫിക്സ് ആക്കണം കുറച്ച് മിനിറ്റായിട്ട് അങ്ങനെ നടന്ന്. എന്നൊക്കെ ചായ കുടിച്ചിട്ട് വാ. എന്നാ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കട്ടെ. ഇവരൊക്കെ കഴിക്കട്ടെ. അയ്യോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ.
സോറിടാ വിട്ടുപോയിട്ടാ. ആ പ്രോ അല്ല ഞാൻ വാങ്ങിച്ചതേ. ഇതാ വാഷ് ചെയ്തിട്ട് കൈ കഴുകിട്ട് പോയോ? അത് വലുതും ചെറിയതും മാത്രം വ്യത്യാസമല്ലോ, അതുകൊണ്ടായിരുന്നു നമ്മൾ ഇതാ കഴിച്ചു നോക്കിയടാ. അതൊരു സ്നാക്സ് അവിടെ ഇരിക്കാം. അപ്പൊ ചൂടാറട്ടെ. ബർത്ത്ഡേ ആണോ? അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലടോ, ആരും ഉണ്ടായില്ലല്ലോ. ആ അതന്നെ, അതൊരു അനിയത്തിയൊക്കെ വന്നിരുന്നു. ഒരു കുഞ്ഞു കേക്ക്, ഹാഫ് KG ഒരു കേക്ക്, ഹാഫ് KG കേക്ക്. ബാ ഇരിക്കേ. കേട്ടപ്പോ അപ്പു പറഞ്ഞോ കണ്ണൻ ബേബി എന്ന് പറഞ്ഞ ആശയില്ലേ? അപ്പോ TV പൊട്ടിച്ചടാ. അല്ല ഇത് ഹാത്തു. ചൂടമ്മ കാപ്പി. ആ ഞാൻ കണ്ടു. ചൂടുണ്ട് കേട്ടോ. അറിയില്ല. എന്താക്കണ എന്താ എന്തേ കുഞ്ഞുമണി കുഞ്ഞുമണി മയക്കെടുക്കാനല്ലേ? അമ്മേ ബാബുൾക്കെന്താ ഇതാണല്ലേ മേമ അപ്പൊ വാങ്ങിക്കണത്. ഇതാ ഇതിൻ്റെ ഉള്ളിലെന്താ മിഠായി ആണോ? ആ മിഠായി അത്. അമ്മ ഇങ്ങോട്ട് നോക്കിയേ. കണ്ണനെ അത് രണ്ടാളും ആശിക്ക് ഷെയർ ചെയ്യാം. ആ അപ്പൊ കുഞ്ഞു സൈക്കിളാവും അല്ലേ അപ്പൊ ഓടിച്ചിരുന്നത്. ബൈ കണ്ണു. ഒരു ചെരുപ്പ് വാങ്ങിക്കണം പുറത്തിടാൻ. അയ്യോ അത് വേണ്ട, വേഗം അഴുക്കാവേ. പിന്നെ കഴുകാനും ബുദ്ധിമുട്ടാവും. കഴുകിയ പിന്നെ കേട് വരും. അമ്മ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെളിച്ചെണ്ണ, കറിവേപ്പില. അയ്യോ അത് ഇത്ര വേണോ? നല്ല ഫ്രഷ് കറിവേപ്പില അല്ലേ? കണ്ട എന്താല്ലേ കറിവേപ്പിലയുടെ ഒരു വലിപ്പം. ഇതിങ്ങനെ തന്നെ ഒരു 3-4 കവറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക കേട്ടോ.
ഇങ്ങനത്തെ കവറിലാക്കിയിട്ട് നല്ല സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കാം. ഒരു 3-4 കവറിലാക്കി കെട്ടിയിട്ട് നമ്മൾ താഴെ ഫ്രിഡ്ജിൻ്റെ താഴെ നമ്മൾ പച്ചക്കറികളൊക്കെ വെക്കണതിൻ്റെ സൈഡിൽ വെക്കാം. എന്നിട്ട് ഒരു കവർ മാത്രം തുറക്കുക. എല്ലാ കവറുകളും ഒരുമിച്ച് തുറക്കരുത് കേട്ടോ. ഒരു കവർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതന്നെ എടുക്കുക. എന്നിട്ട് പിന്നെ അടുത്ത കവർ തുറക്കുക. അപ്പോൾ ഒരു 2-3 മാസമൊക്കെ ഇരിക്കും കേട്ടോ. ശരിക്കും ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. കുറേ ദിവസം നിൽക്കും. പിന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതിന് ഓൾറെഡി വെള്ളമൊന്നും ഇല്ല. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല ഡ്രൈ ആണ്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പേപ്പറിലൊക്കെ ഒന്ന് വെച്ച് ഒന്ന് നനച്ചെല്ലാം തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ ഈ സംഭവം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ പരിപാടി എന്താണെന്നറിയോ, കറികളൊക്കെ ഒന്ന് ചൂടാക്കണം. കണ്ണൻ്റെ പൊടിയരിക്കഞ്ഞിയുണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കട്ടെ. ഇതാണോ പൊടിയരിക്കഞ്ഞി? ഇപ്പം മാവ് തന്നെ, ഇത്ര അധികം കഞ്ഞി വേണ്ട, കുറച്ച്. ഓക്കെ, ഞാനാ എന്താ കാണാൻ പഴം കൊടുത്തരണം. അപ്പൊന് വേണോ? ജിമ്പുന് വേണോ? ഹാത്തൂല്ലേ? ഹലോ, അത് വീട്. ആരവിടെ ചെരുപ്പും കൊണ്ട് തല്ലണേ? ജലദോഷം വന്നിട്ടുണ്ടല്ലോടാ കുഞ്ഞുമണി. നോക്ക് എൻ്റെ ഡ്രസ്സ്. 1 2 3. അപ്പോ അപ്പു ജയിക്കും. ഇവിടെല്ല, അവിടെ പോയിട്ട് അറ്റത്തേക്ക് പോ. അപ്പു ജയിച്ചു, ഓടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൂനോട്ടം നോക്കി. പൂച്ചമ്മ നീയൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ജിമ്പു മാത്രം. ഓക്കെ, ആയിട്ടില്ല. റെഡി, ആയിട്ടില്ലെന്ന്. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്തായാലും അവിടം വരെ ആണെങ്കിലും ഞാൻ തന്നെ ജയിച്ച. അയ്യോ അയ്യോ, അപ്പൊ കണ്ടു നോക്കണോ ഞങ്ങൾക്ക്? ആയിട്ടില്ല, ഇച്ചിരി കൂടെ നിക്കടാ. നീ ഒന്ന് നിന്നടാ. ആശയാണ് ഇച്ചിരി ഹൈറ്റ് കൂടുതൽ ജിമ്പോ. അപ്പു നിന്നേ അച്ഛമ്മയുടെ കൂടെ. അച്ഛനാ കണ്ണനാ? അതായത് തുപ്പിടുന്നു. അയ്യോ, മാല അഴിഞ്ഞു കണ്ണന്റെ. ഓം സർവ. അമ്മ ഒന്ന് എങ്ങനെയമ്മ? ഇതിണ്ടാണ് കണ്ണൻ ബേബി കഞ്ഞി കുടിക്കാണ്. ചേച്ചിമാര് 2 പേരും ഊഞ്ഞാലിൻ്റെ ഉള്ളിലാണ്. ടാറ്റ കൊടുത്തേ, ടാറ്റ പറഞ്ഞ. അങ്ങനെ കഞ്ഞി കുടിക്കല് കഴിഞ്ഞു. ഇനി അമ്മയുടെ അച്ഛയൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളൊപ്പം തന്നെ കഴിക്കാം കേട്ടോ. അമ്പിളി മാമൻ സൂപ്പറായിട്ട് കഞ്ഞി കുടിച്ചു. ഒരു കറി ഒന്നും വേണ്ടി വന്നില്ലെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാം നമ്മ കഴിക്കുമ്പോഴേ. പല്ല് തേക്കാനല്ലേ അതേക്ക്.
ഗായ്സ് അങ്ങനത് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഞാനത് 8 മണിയായിട്ടുണ്ട്. എനിക്കൊന്ന് തമ്മിൽ സെറ്റ് ചെയ്യണം. തമ്മിൽ സെറ്റ് ചെയ്യുന്നത് ക്യാൻവയിലാണ് കേട്ടോ. അപ്പോൾ അവൻ സെറ്റ് ചെയ്യണം. പിന്നെ ക്യാപ്ഷൻ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോഴേക്കിതേ കണ്ണൻ ചേച്ചിമാരെ രണ്ടുപേരും കാണിച്ചു തരാം കേട്ടോ. അയ്യോ കണ്ണനെ കേട്ടിട്ടെ ഇച്ചിരി നേരം പോയത് പൊട്ടിയോ? ഷാദിലേട്ടാ സമയം 8:15 8 മണിക്ക് തമ്മിൽ മേക്കാൻ പോയതാണ്. 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് നോക്കിയ സമയം സെറ്റായില്ല കേട്ടോ. പിന്നെ ഇത് ഈ കുഞ്ഞിച്ചക്കൻ സോഫയമ്മ കയറാൻ പോവായിരുന്നു. ഇവൻ ഈ കുഞ്ഞുമണി ഇവിടെയൊക്കെ തുപ്പി. എൻ്റെ ജിമ്പ് വിശന്നിരിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജിമ്പ് കൊടുക്കട്ടെ. ജിമ്പുന് നെയ്ച്ചോറും ചിക്കനും സോയാബീനും. ഇവിടെ ഉമ്മട്ടുണ്ട്, ഇവിടെ ഉമ്മട്ടുണ്ട്. ജിമ്മ കണ്ണനമ്മയ്ക്ക് ഉമ്മ തന്നു. അതാ ഇപ്പൊ തരും കേട്ടോ. കണ്ണ കണ്ണ ഉമ്മ തന്നെ, ഉമ്മ തന്നെ, ഉമ്മ. കണ്ട എന്നെയാണ് കൂടുതൽ ഇഷ്ടം. വാ എന്നാ ഫുഡ് കഴിക്കാൻ ഇനി ഇറങ്ങിക്കോ. അമ്മ കാര്യത്തല്ലേ താഴത്തേക്ക് ഇറങ്ങും. അവിടെ കൊടുകുത്തിമലയിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. പിന്നെ കിടന്ന് ഫുഡ് കഴിക്കാനും പറ്റില്ലല്ലോ. താഴേക്ക് ഇറങ്ങടാ. ഓക്കെ ഇന്ന് ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. വാരിക്കൊടുക്കണം, വാരിക്കൊടുക്കൽ. അമ്മേ കാണല്ലോ. അപ്പൂൻ്റെ വള്ളി പിടിച്ചെടുക്കണില്ലേ തന്നെ അതൊക്കെ. ഹായ്
പൊന്നും നോക്കാതെ